ഒരു മുത്തം തരാൻ പാടില്ല. ഇഡലി ഗർഭ, ദോശ ഗർഭ, വട ഗർഭ. യുധിഷ്ഠിര, പിതൃജനങ്ങൾക്ക് ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യാൻ പോകും. ഹലോ, ഞാൻ സുജിത്ത്. വെൽക്കം ടു എസ് ജേണി. ഇന്ന് ഫ്രൈഡേ ആണ്, അപ്പോൾ അവധിയാണ്. അപ്പോൾ ഇന്ന് തിരുവനന്തപുരം അസോസിയേഷൻ ടെക്സസ് കുവൈറ്റ് അറേഞ്ച് ചെയ്യുന്ന ഒരു 1 ഡേ ട്രിപ്പുണ്ട്. ടെക്സസ് കുവൈറ്റിലെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് കബദിൽ ഒരു 1 ഡേ ട്രിപ്പാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വരും. അപ്പോൾ ഇത് അബ്ബാസിയാണ്. ഇവിടുന്ന് 8 മണിക്കാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഉടനെ തന്നെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ട്രിപ്പ് പോകാനായിട്ട് എല്ലാവരും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് പേര് വരാനുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. 2 വണ്ടിയാണ് അബ്ബാസിയിൽ നിന്ന് പോകുന്നത്. ഡെസേർട്ട് ഏരിയ ആണ്. ഒരുപാട് ഒട്ടകങ്ങളെ കാണാൻ പോകുന്ന വഴിക്ക്. ഇത് വഴിയോര കടകളാണ്. വണ്ടിയിൽ കടയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഡെസേർട്ട് ഏരിയ ആയതുകൊണ്ട് വേറെ കടകളൊന്നുമില്ല. വണ്ടിയിൽ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അങ്ങനെ കവതിൽ നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇത് കബദിലുള്ളൊരു റിസോർട്ടാണ്. ഇവിടെയാണ് ഇന്നത്തെ പ്രോഗ്രാം ഉള്ളത്. ആദ്യം ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് കാണിക്കാം, പിന്നെ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലോട്ടൊക്കെ പോവാം. ഇതിനകത്ത് ബാത്റൂം, ഇതൊരു റൂമാണ്. ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ റൂമാണിത്. ഒരു ഗ്രൗണ്ടാണ്, പിള്ളേർ കളിക്കാനൊക്കെ ഉള്ള ഗാർഡനും കാര്യങ്ങളുണ്ട്. ഇപ്പം നല്ല ചൂട് തുടങ്ങി. ഇത് സത്യം പറഞ്ഞാൽ ഇവിടെ തണുപ്പ് സമയത്താണ് ഏറ്റവും നല്ലത്. ഇവിടെ പുറത്തിറങ്ങിയിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റും. ഫാമിലി ആയിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു ടീ ഏരിയ. പിന്നെ ഇരിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് ഇവിടെ. ഇതിനകത്ത് സ്വിമ്മിംഗ് പൂളാണ്. നമുക്ക് സ്വിമ്മിംഗ് പൂൾ കാണാം. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. എല്ലാവർക്കും ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മെമ്പർമാരും ഇതിനെപ്പറ്റി പലരും എന്നെ വിളിച്ച് പേഴ്സണലി റിക്വസ്റ്റ് ചെയ്തു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു ഗെറ്റ് ടുഗദർ അനിവാര്യമാണെന്ന് വന്നതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തതാണ്. ഈ കഴിഞ്ഞ ഈദിന്റെ സമയത്താണ് നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ കുറച്ചുകൂടെ ക്ലൈമറ്റ് നല്ലതായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് റിസോർട്ടൊന്നും കിട്ടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇവിടെ അല്ല നടത്താൻ ഉദ്ദേശിച്ചത്, ജഹ്റയിലായിരുന്നു. അവര് നമുക്ക് നല്ല ഓഫറൊക്കെ തന്നുള്ള ഒരുപാട് ഗെയിംസ് ഒക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു. പക്ഷെ അവിടെ അവർക്ക് വെള്ളിയാഴ്ച നമുക്ക് തരാൻ കഴിയില്ല, ശനിയാഴ്ചയെ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ശനിയാഴ്ച നമുക്കാർക്കും പോകാൻ പറ്റാത്തത് കൊണ്ടും ഇവിടെ ഇങ്ങനൊരു തീരുമാനത്തിലെത്തേണ്ടി വന്നു. ഒരുപാട് പരിമിതികളുണ്ട്. നമ്മൾ പുറത്ത്
ഇന്ന് ചൂട് കുറച്ച് കൂടുതലാണ്. എങ്കിൽ പോലും അതിനെല്ലാം തൃണവൽക്കരിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ പരിപാടി ഒരു വിജയമാക്കി തീർക്കണം. ഞങ്ങൾ തിരുവനന്തപുരം കരോളത്താണ്. ഇപ്പം ഈ മംഗഫി ഏരിയകളിൽ ഞാൻ താമസിക്കുന്നത്. ഇന്നത്തെ ഈ എല്ലാവർക്കും ഒരു കാഴ്ച കാണികൾ എന്ന ലെവലല്ല, നമ്മളെല്ലാവരും ഇന്നത്തെ താരങ്ങളാണ്. അതിനനുസരിച്ചുള്ള പ്രോഗ്രാം ഈ സംഘടനയുടെ ഒരു നെടും തൂണാണ് ഈ മനുഷ്യർ. ആഴ്ചയിൽ ചെറുതാണെന്നേ ഉള്ളൂ. എന്റെ പേര് ലിൻസി, ഞാൻ മിസ്റ്റർ ജോർജിന്റെ വൈഫാണ്. അയ്യോ, ഞാനത് മറന്നു. എന്റെ പൊന്നു സൂര്യഭഗവാനെ, ഇത്തവണയെങ്കിലും എന്റെ കാമധേനുവിന് തന്നെ അടിക്കണേ. ഒന്നാം സമ്മാനം 10 lakhs and ambassador കാറും. ടിക്കറ്റ് നമ്പർ ഇതുവരെ ശരിയാണ് കേട്ടാ. ഇതുവരെ അപ്പൊ ഇനി 5-6 ദിവസം വെള്ളം ഒരു മുത്തം തരാൻ പാടില്ല കള്ളപ്പന്നി. അവന് ദേഷ്യം വന്നിട്ട് കോപോലിക്കും, പിടിച്ചാക്കിട്ടില്ല. സമയത്ത് എനിക്കറിയാൻ പാടില്ല. സാധാരണ ഞങ്ങൾക്ക് മുക്കാറ വന്നു കഴിഞ്ഞാൽ ഒരു 1 വെള്ളമായിട്ട് ആ കുട്ടിക്കാട്ടി പോയിട്ട് മുക്കാറാ. പിന്നെ കുട്ടിന്ന് പറഞ്ഞ അവൻ പറഞ്ഞ ഈ ഗർഭം എന്റെ തലയിൽ കെട്ടിവെക്കും. 5-6 രോമന്റെ തലേന്ന് പോയി ചേട്ടേക്ക് കെട്ടിക്കാനുള്ള പ്രായമൊന്നായിട്ടില്ല. ഇഡലി ഗർഭ, ദോശ ഗർഭ, ബടാ ഗർഭ. ഇഡലി ദോശ വടാ ഗർഭ. അമ്മേ ശ്വാസം നേരിട്ട് വിശക്കുന്നുണ്ടല്ലേ? ആ, ഈ ഇഡ്ഡലി ദോശ ഗർഭം മേടിക്കാനായിട്ട് എന്റെ കയ്യിൽ പൈസ ഇല്ല.
ഇന്നലെ അടിച്ചില്ലേ അവൻ ദുഷ്ടൻ. ആ ദുഷ്ടൻ അവൻ എനിക്ക് പൈസ തന്നില്ല. ഭാഗ്യം, പൈസക്കല്ല വേണ്ടത്, പൈസ തന്നെ. പൈസക്കാരിയാണല്ലേ? ഈ ബാങ്കിൽ ഇനിയും പൈസ ഉണ്ടോ? നിനക്ക് ഇഡ്ഡലി ദോശ വട കേൾപ്പ, എനിക്ക് പൊറോട്ട ചിക്കൻ കേൾപ്പ. ഗുജറാത്തിയാണോ? മലയാളം അറിയില്ല, നീ പറ. ഓ, പണ്ട് ജാംനഗറിൽ വെച്ച ടിക്കറ്റ് ഇല്ലാത്തതിന് ട്രെയിനിൽ നിന്ന് എന്നെ ഇറക്കാൻ പോലീസുകാരൻ എന്നോട് വാക്ക് പറയണ്ടായി. കോനാര ബബ്ലൂജി, അവർക്ക് മനസ്സിലാകുന്നുണ്ട്. കോനാര ബബ്ലൂജി. എനിക്ക് തന്നില്ല എന്റെ അമ്മ ചായ, പിന്നെ അവന്. ഏതായാലും സത്യം പറയാൻ സുമതി നടത്തിക്കൊണ്ട് എഴുതുന്നുണ്ട്. അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? കുട്ടിമാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ നോർത്തപ്പോ ഞാൻ ഞെട്ടി മാമ. ഞാനിവിടെ ഒരു മോണോ ആക്ട് അവതരിപ്പിക്കാൻ പോവുകയാണ്. വലിയ റിഹേഴ്സലോ ഒന്നും എടുത്തിട്ടില്ല, വലിയ തയ്യാറെടുപ്പൊന്നുമില്ല. അതായത് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിലുള്ള ഒരു ഭാഗം കുന്തിദേവിയും യുധിഷ്ഠിരനും തമ്മിലുള്ള ഒരു സംവാദമാണ് ഞാനിവിടെ ഒന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. കുരുക്ഷേത്ര യുദ്ധാനന്തരം ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യാൻ യുധിഷ്ഠിരനെ പിൻപറ്റി വിധവാസഹസ്രങ്ങൾ ഗംഗാതീരത്തേക്ക് യാത്ര തിരിച്ചു. ഗംഗാതീരത്തെത്തിയപാടെ മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് കുന്തി തന്റെ ഉള്ളിൽ ഉറഞ്ഞുകൂടി കിടന്നിരുന്ന ഒരു രഹസ്യം യുധിഷ്ഠിരനോടായി പറഞ്ഞു. യുധിഷ്ഠിര, പിതൃജനങ്ങൾക്ക് ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യാൻ പോകുന്ന നീ പടയിൽ മരിച്ച കർണനു വേണ്ടി ആദ്യമായി ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്താലും മകനെ, എന്റെ വയറ്റിൽ പിറന്ന കാനീന സന്തതിയായ ആ സൂര്യപുത്രൻ നിനക്കു ജ്യേഷ്ഠനാണ്. അവനായ നീ ആദ്യം ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യൂ മകനെ. ദൈവിന്റെ മൂർത്തിയായ മകനെ, ഈ അമ്മയോട് നീ ദയവ് കാണിക്കൂ.
ക്യാമറമാൻ്റെ പണി കിട്ടി ക്യാമറ കിട്ടി. അതുകൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ അന്നിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. ഇപ്പൊ പോണ്ട. ഞാൻ പോണ്ടേ? വേണ്ട. ഞാനിന്ന് രാവിലെ പറഞ്ഞിരുന്നാണല്ലോ, പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം? ഗംഗ ഇപ്പൊ പോണ്ട. അതെന്താ അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ ഞാൻ കൂടെ പോയാല്? പോകണ്ട. വിടമാട്ടെ. നീ എന്നെ ഇങ്ങനത്തെ എങ്കിൽ പോകട്ടെ. കൊண்டு ഓരോപ്പത്തെ കുടിച്ച് ഇവിടുന്ന് തുടങ്ങുക, ഒരു റൗണ്ട് കറങ്ങി അവിടെ വന്ന് നേരെ ഇവിടെ തിരിച്ച് അങ്ങോട്ട് പോടാ.
അത് പോയി ഔട്ട്.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരത്തേക്കും ബൈ.